നമസ്കാരം. ജനങ്ങളെ മതത്തിന്റെ പേരിൽ വേർതിരിക്കുന്ന അന്ന് താൻ പൊതുപ്രവർത്തനത്തിന് അയോഗ്യനായി തീരും എന്നാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് തൊട്ടുമുമ്പ് ന്യൂസ് 18 ചാനലിനോട് പറഞ്ഞത്. ഇതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ പരാമർശം സംബന്ധിച്ച് BJP നൽകിയ വിശദീകരണം മോദി പറഞ്ഞത് വസ്തുതാപരമായ കാര്യമാണ് എന്നാണ്. മോദി തന്നെ തന്റെ പരാമർശം തള്ളിപ്പറയുകയും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ആവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് കമ്മീഷനോട് BJP പറയുന്നത് ആ പരാമർശം വസ്തുതാപരമാണ് എന്ന്. കമ്മീഷനിൽ നിന്ന് BJP നടപടി ഭയക്കാത്തത് കൊണ്ടാണോ ഇങ്ങനെ വിശദീകരണം നൽകുന്നു? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളോടൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് VR അനൂപ്, CPM വക്താവ് ഡോക്ടർ A സമ്പത്ത്, BJP വക്താവ് P കൃഷ്ണദാസ് എന്നിവർ. ആദ്യം സമ്പത്തിലേക്ക്. ശ്രീ സമ്പത്ത്, ഇവിടെ രണ്ട് പക്ഷത്തിനുമെതിരെ പരാതികളുണ്ട്. കോൺഗ്രസിനെതിരെ BJPയും പരാതി കൊടുത്തിട്ടുണ്ട്, BJPക്കെതിരെ കോൺഗ്രസും പരാതി കൊടുത്തിട്ടുണ്ട്. വ്യക്തികൾക്കല്ല ഈ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്തയച്ചത്, പകരം പാർട്ടികൾക്കാണ്. അതിൽ തന്നെ ഒരു ഒരു കൗതുകമുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ന് മറുപടി കൊടുക്കുന്നത് മോദി നടത്തിയിട്ടുള്ള വിദ്വേഷ പരാമർശം എന്ന് രാജ്യത്തെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ഫാക്ട് ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ പറയുന്നത് വിദ്വേഷ പ്രചാരണമാണ് എന്ന്. പക്ഷേ BJP പറയുന്നത് അത് വസ്തുതാപരമായ കാര്യമാണ് മോദി പറഞ്ഞതെന്നാണ്. ഈ വിശദീകരണത്തിന്മേൽ കമ്മീഷനിൽ നിന്ന് എന്തെങ്കിലും നടപടി മോദി ഭയക്കേണ്ടതുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ഭാഗം 15 അതിലെ ആർട്ടിക്കിൾ 324 അനുച്ഛേദം 324 അനുസരിച്ചാണ് അത് രൂപീകൃതമായിട്ടുള്ളത്. ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം, എന്നോട് അജിംസ് ചോദിച്ച ഈ ചോദ്യത്തിനുള്ള ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കാനുള്ളത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നടപടികളെയും കോടതികൾക്ക് ഇടപെടാനായി, അത് കോടതിയിൽ ചോദ്യം ചെയ്താൽ അത്തരം എന്തെങ്കിലും ഒരു കോടതിക്ക് ഈ പരിശോധിക്കുന്നതിന്, നിർത്തിവെക്കുന്നതിന്, തടയുന്നതിന് അങ്ങനെ അധികാരം നൽകുന്നില്ല. അപ്പോൾ എവിടെയാണ് പിന്നീട് ഇത്തരം കാര്യത്തിൽ പരിക്ക് പറ്റിയാൽ അല്ലെങ്കിൽ ഒരു അത്തരത്തിലൊരു കാഷ്വാലിറ്റി സംഭവിച്ചാൽ ചിലപ്പോൾ ജയിക്കേണ്ടിയിരുന്ന സ്ഥാനാർത്ഥിയെ ബോധപൂർവം ഈ അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെ ഭരണ ദുർവിനിയോഗമെല്ലാം നടത്തി, അല്ല ഇനി മതപരവും സാമുദായികവുമായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള, നമ്മൾ പറയുമല്ലോ, അത്തരത്തിലുള്ള വർഗീയ വികാരങ്ങൾ ഉണർത്തിക്കൊണ്ട് ഉള്ള വോട്ട് അഭ്യർത്ഥന നടത്തുകയോ അല്ലെങ്കിൽ മറ്റ് എതിരാളികൾക്കെതിരായി അത്തരത്തിലൊരു ഫോബിയ പടർത്തുകയോ ഒക്കെ ചെയ്താൽ തെരഞ്ഞെടുപ്പ് പെറ്റീഷനായി പിന്നീട്, ഇലക്ഷൻ പെറ്റീഷനായി പിന്നീട് നേരിട്ട് ഹൈക്കോടതിയിലേക്ക് മാത്രമാണ് കൊടുക്കാൻ കഴിയുക. ഹൈക്കോടതി ഈ തെളിവെടുപ്പ് നേരിട്ട് നടത്തുന്നത് അവിടെ പരാതിക്കാരനെയും എതിർകക്ഷിയും, പെറ്റീഷണറെയും കൗണ്ടർ പെറ്റീഷണറെയും നേരിട്ട് കേൾക്കുകയും സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തുകയും അവിടെ തെളിവെടുപ്പ് നടത്തുകയും ചെയ്യുന്നത് ഇലക്ഷൻ പെറ്റീഷനുകളിൽ മാത്രമാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എത്തപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള നമ്മുടെ ഭാഷയിൽ, ഇപ്പോൾ ഞാനത് പറയുമ്പോൾ ഞാനത് അഭിഭാഷകൻ എന്നുള്ള നിലയിൽ കൂടി ഞാൻ പറയുകയാണ്, ഞാൻ ഈ കുട്ടികളെ പഠിപ്പിച്ച, ഭരണഘടന പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ കൂടി പറയുകയാണ്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുര്യോഗമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട്? ഒന്ന്, നമ്മുടെ ഭരണഘടന അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇത്ര അംഗങ്ങൾ എന്ന് പറയുന്നില്ല. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടാവണം, അതിന് മറ്റ് അംഗങ്ങൾ ഉണ്ടാവുന്നത് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമനുസരിച്ചാണ്. പ്രസിഡന്റ് ഷാൽ അപ്പോയിൻ്റ് എന്നാണ് ഭരണഘടനയിൽ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും മറ്റ് 2 പേരും കമ്മീഷണർമാരായിട്ടുണ്ട് എങ്കിൽ ഇതിന് തൊട്ട് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് 2 പേരെ നിയമിച്ചു, ഇല്ലേ ജിംസെ? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ്, ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പൊന്നുമല്ല, 2 പേരെ നിയമിച്ചു. അത് സംബന്ധിച്ചുള്ള ഹർജി സുപ്രീം കോടതിയിൽ നിലവിലുണ്ട്. സുപ്രീം കോടതി അത് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ഇക്കാര്യത്തെ സംബന്ധിച്ച് ഇത് വാദം കേൾക്കാനും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാനും സാധ്യതയുള്ളൂ. കാരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയിലെ, പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയിലെ തെരഞ്ഞെടുപ്പ് അത് നടത്തി പൂർത്തിയാക്കണമെന്നുള്ളത് കൊണ്ട് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, ഗോയലിൻ്റെ രാജിയുണ്ടായി. എന്തുകൊണ്ടാണ് ആ ഭരണഘടനാ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണ്, അദ്ദേഹത്തിൻ്റെ രാജി ഉണ്ടായത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കാർക്കും അറിയില്ല. ഈ രാജ്യത്തിനും ലോകത്തിനും അറിയില്ല, അറിയേണ്ട ചില ആളുകൾ ഒഴികെ എന്ന് ഇൻവെർട്ടഡ് കോമയിൽ ഞാൻ പറയാം. ഈ കാര്യത്തെ സംബന്ധിച്ച് തീരുന്നില്ല. എടുക്കേണ്ടുന്നതായ നടപടികൾ സമയബന്ധിതമായി എടുക്കാതിരുന്നാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന ഉദ്യോഗസ്ഥ തലത്തിൽ, നമ്മൾ ബ്യൂറോക്രാറ്റ്സിൻ്റെ ഇടയിൽ അത്തരത്തിലൊരു ചൊല്ലുണ്ട്, ഞാൻ അധികം സമയം എടുക്കുകയില്ല. ഈ ബ്യൂറോക്രാറ്റ്സിൻ്റേതായ ഒരു ABCD ഉണ്ട് ജിംസെ. A ഫോർ അവോയ്ഡ്, B ഫോർ ബൈപ്പാസ്, C ഫോർ കൺഫ്യൂസ്,
ഡി ഫോർ ഡിലേ എന്നൊക്കെ പറയും. അങ്ങനെ അവരുടേതായിട്ടുള്ളൊരു വൊക്കാബുലറി തന്നെയുണ്ട് ABCD വെച്ചിട്ട്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശ്രീ മോദിക്കെതിരായി വന്ന പരാതികൾ, BJP നേതാക്കൾക്കെതിരായി വന്ന പരാതികൾ, ഈ പരാതികളെ സംബന്ധിച്ച് നടപടിയെടുക്കേണ്ടത്, വിശദീകരണം ചോദിക്കുകയും നടപടിയെടുക്കേണ്ടി വന്നാൽ നടപടിയെടുക്കേണ്ടതും ആ കാര്യങ്ങൾ അന്വേഷണം നടത്തുക, മറ്റു കാര്യങ്ങളെല്ലാം അത് ഒരു നിയമാനുസരണം ചട്ടപ്രകാരം ആ കാര്യത്തിൽ നീതിപൂർവമായി നടക്കണം എല്ലാവരെ സംബന്ധിച്ചും. ഇവിടെ താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ ഞാനിപ്പോൾ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു 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 സ്ഥാനാർത്ഥി അത്തരത്തിലുള്ള പ്രസംഗം നടത്തിയാൽ ആരോടാണ് വിശദീകരണം ചോദിക്കേണ്ടത്? ആ വ്യക്തിയോട് ആണ് വിശദീകരണം ചോദിക്കേണ്ടത്. സ്ഥാനാർത്ഥിയാകട്ടെ, സ്റ്റാർ ക്യാമ്പയിനർ ആകട്ടെ, അവിടെ ആ വ്യക്തിയോടാണ് ആദ്യം ചോദിക്കേണ്ടത്. ഇവിടെ അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇവിടെ പ്രതിപക്ഷത്തെ പലരുടെയും പേരിൽ ആ വിധത്തിൽ അവരോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. പാർട്ടി അധ്യക്ഷനോടോ പാർട്ടി ജനറൽ സെക്രട്ടറിയോടോ അല്ല ചോദിച്ചിട്ടുള്ളത്, ആ വ്യക്തിയോട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ അത്തരത്തിൽ ചോദിക്കാൻ തന്നെ ഭയപ്പാടാണ് എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തുകയാണ്. അതെങ്ങനെയാണെന്നറിയോ ജിംസേ? ഈ കാവലിന് ഉപയോഗിക്കുന്നതായ മൃഗമുണ്ടല്ലോ, കാവൽ നായ, വാച്ച് ഡോഗ് എന്ന് പറയുമല്ലോ, കാവൽ നായ ഒരിക്കലും യജമാനൻ മതിൽ ചാടിയാൽ കുരയ്ക്കാറില്ല. അതൊരു സാർവത്രികമായ ഒരു ലോകത്ത് നമ്മൾ കാണുന്നൊരു പ്രതിഭാസമാണ്. ദ വാച്ച് ഡോഗ് നെവർ ബാക്സ് അറ്റ് ഹിസ് മാസ്റ്റർ. ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ മറ്റൊരു പതിപ്പായി തന്നെ ഇവിടെ കാണാം ഇക്കാര്യത്തെ സംബന്ധിച്ച്. ഇവിടെ വിവരാവകാശ നിയമപ്രകാരം ഇലക്ഷൻ കമ്മീഷനോട് പല കാര്യങ്ങളും ചോദിച്ചാൽ അതിന് മറുപടികളൊന്നും ഉണ്ടാവാറില്ല. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ഈ സിവിൽ ആക്ടിവിസ്റ്റുകളുടെ വിവിധ ഗ്രൂപ്പുകൾ, റിട്ടയർ ചെയ്ത IAS ഉദ്യോഗസ്ഥരും റിട്ടയർ ചെയ്ത ജഡ്ജിമാരുൾപ്പെടെയുള്ളവരുടെ നിരവധി ഗ്രൂപ്പുകൾ ഇത് സംബന്ധിച്ച് പലതും ഇലക്ഷൻ കമ്മീഷന് നിവേദനം നൽകിയാൽ പോലും ഇത് സംബന്ധിച്ചുള്ളതിന് അവർക്ക് തിരിച്ചു കൃത്യമായ മറുപടികൾ ലഭ്യമാകുന്നില്ല. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിധത്തിൽ പെരുമാറുമ്പോൾ നമ്മൾ അറിയേണ്ടത്, ഇന്ത്യയുടെ ചരിത്രത്തിൽ 7 ഘട്ടങ്ങളായി ഇത്രയും നീണ്ടുനിന്ന നിലയിൽ ഒരു തെരഞ്ഞെടുപ്പേ ഉണ്ടായിട്ടില്ല. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാസ്തവത്തിൽ, ഞാനിപ്പോൾ നിർത്തുന്നതിന് മുമ്പ്, ഇലക്ട്രൽ ബോണ്ട് കേസിൽ സർക്കാരിനെ, യൂണിയൻ ഗവൺമെൻറ്റിനെ രക്ഷിക്കാനായി ഈ അച്ചം പത്തായത്തിലുമില്ല എന്ന നിലയിലേക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയിൽ ഉരുണ്ട് കളിച്ച് വല്ലാതെ അത്തരത്തിൽ കസർത്ത് നടത്തിയില്ലേ? അതിൻ്റെ മറ്റൊരു രൂപമായി ഇവിടെ ഈ ഭരണഘടനാ സ്ഥാപനം മാറുന്നുവെങ്കിൽ അത് ഇന്ത്യയുടെ നീതിപൂർവമായ ജനാധിപത്യ പ്രക്രിയയ്ക്ക് അപകടകരമാണ്. ശരി, ശ്രീ P. കൃഷ്ണദാസ്, ഇന്ന് പുറത്തു വന്നൊരു വാർത്ത, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP നൽകിയ വിശദീകരണത്തിൽ BJP വിശദീകരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് റാലിയിൽ നടത്തിയ പ്രസ്താവന അത് വസ്തുതാപരമാണ്. കോൺഗ്രസിൻ്റെ മുൻകാല നിലപാടുകളും കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗവും അതുപോലെ കോൺഗ്രസിൻ്റെ പ്രകടനപത്രികയും മുന്നിൽ വെച്ചുകൊണ്ട് നരേന്ദ്രമോദി ഒരു കാര്യം, ഫാക്റ്റ് അവതരിപ്പിക്കുകയായിരുന്നു. അത് വസ്തുതാപരമാണ് എന്ന വിശദീകരണമാണ് നൽകിയതെന്നാണ് പുറത്തു വന്ന വാർത്ത. അത് നമ്മൾ ആ വിശദീകരണം കണ്ടിട്ടില്ല. അതേസമയം തന്നെ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകുന്നതിനുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസ് 18 ചാനലിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നു, ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ വേർതിരിച്ച് ഞാനൊരു പ്രസ്താവന നടത്തുന്ന അന്ന് ഞാൻ പൊതുപ്രവർത്തനത്തിന് അയോഗ്യനാകും, ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞ കാര്യത്തെ അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് പറയുന്നു, തള്ളി പറയുകയും ചെയ്യുന്നുണ്ട്. പാർട്ടി ഒരു നിലപാടും മോദി വേറൊരു നിലപാടും സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ പാർട്ടി ഒരു നിലപാടും ശ്രീ നരേന്ദ്രമോദിജി വേറൊരു നിലപാടും അങ്ങനെ ഒരു നിലപാടില്ലല്ലോ. പാർട്ടിയും നരേന്ദ്രമോദിയും എല്ലാം ഒരു സംവിധാനത്തിന്റെ ഭാഗം തന്നെയാണ്. അങ്ങനെ വ്യത്യസ്തമായൊരു നിലപാട് ഈ കാര്യത്തിലില്ല. പാർട്ടി കൊടുത്തു എന്ന് താങ്കൾ പറയുന്ന കാര്യം അത് ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കേണ്ട കാര്യമാണ്. ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ കൊടുത്തിട്ടുള്ള മറുപടി അത് ബോധ്യപ്പെട്ടാൽ ഇലക്ഷൻ കമ്മീഷൻ അത് സ്വീകരിക്കും. അതിലേതെങ്കിലും വിശദീകരണം കൂടുതൽ വേണമെങ്കിൽ സ്വാഭാവികമായും ഇലക്ഷൻ കമ്മീഷൻ അത് തേടും. അതല്ലെങ്കിൽ ആ തരത്തിലുള്ള മറുപടിയുടെ അടിസ്ഥാനത്തിൽ അത് ക്ലോസ് ചെയ്യുക എന്നൊരു പ്രൊസീജിയറാണ് ഇലക്ഷൻ കമ്മീഷൻ സാധാരണ നിലയ്ക്ക് ചെയ്യുന്നത്. അത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അവകാശം BJPക്ക് ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാർട്ടിക്കുള്ളത് കൊണ്ടോ അല്ല. നിലവിൽ ഇലക്ഷൻ കമ്മീഷന് കിട്ടിയിട്ടുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് വളരെ സുതാര്യമായി ഏത് ഘടകത്തോടാണോ അല്ലെങ്കിൽ ഏതാളോടാണോ അല്ലെങ്കിൽ ഏത് സംവിധാനത്തോടാണോ അതിന്റെ വിശദീകരണം തേടേണ്ടത് അത് തേടുക എന്നുള്ള ഒരു പ്രൊസീജിയറാണ് ചെയ്തിട്ടുള്ളത്. ഒരു സ്ഥാനാർത്ഥി, ഒരു രാഷ്ട്രീയ നേതാവോ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചാൽ അയാളോട് ചോദിക്കുന്നതിന് പകരം അയാളുടെ പാർട്ടിയുടെ അധ്യക്ഷനോട് ചോദിക്കുന്നത് എവിടുത്തെ ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചരിത്രത്തിൽ? ഞാൻ കഴിഞ്ഞ ദിവസവും അജിംസിനോട് തർക്കിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു. എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ അത് വിശദീകരിക്കാനുള്ള സാമാന്യ സമയം എനിക്ക് തരണം. അതിനിടയിൽ ഒരു ചോദ്യം എന്നുള്ളത് അങ്ങേക്ക് ചോദിക്കുന്നതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ അതൊരു സാമാന്യ മര്യാദയുടെ ലംഘനമാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നു. ഒരു പാർട്ടിയോട് അതല്ലെങ്കിൽ ഒരു വ്യക്തിയോട് അത് ഏത് സംവിധാനത്തോട് ചോദിക്കണം എന്നുള്ളത്
തീരുമാനിക്കുന്നത് BJP അല്ല, അല്ലെങ്കിൽ അത് പൊളിറ്റിക്കൽ പാർട്ടിയല്ല, അത് ഇലക്ഷൻ കമ്മീഷനാണ്. ഏത് സംവിധാനത്തോടെയാണ് അതിന്റെ വിശദീകരണം തേടേണ്ടത് എന്നുള്ളത്. നമ്മുടെ രാജ്യത്തെ അംഗീകൃത പൊളിറ്റിക്കൽ പാർട്ടികൾ, അതിന്റെ പ്രചാരകർ, അതിന്റെ താരപ്രചാരകർ എന്നുള്ള നിലക്ക് VIP പ്രചാരകർ എന്നെല്ലാം നാം പറയുന്ന അങ്ങനെയുള്ള അതിന്റെ നേതാക്കന്മാർ, അവർ നടത്തുന്ന പ്രവർത്തനത്തെ സംബന്ധിച്ച്, അതിന്റെ നിലപാടുകളെ സംബന്ധിച്ച് വിശദീകരണം തേടണമെങ്കിൽ പാർട്ടികളോട് തേടാം. നേരത്തെയും അങ്ങനെ തേടിയിട്ടുണ്ട്. ഈ രാജ്യത്ത് ആദ്യമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ ഒരു അഭിപ്രായം തേടുന്നത്, ഇലക്ഷൻ കമ്മീഷൻ ചോദ്യം ചോദിക്കുന്നത്. ഇപ്പൊ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എത്രയോ തവണ കേരളത്തിലെ നേതാക്കന്മാരുടെ ഇലക്ഷൻ കമ്മീഷൻ വിശദീകരണം തേടി. ഇപ്പോ ചില സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാരെ മാറ്റി നിർത്തുക, 24 മണിക്കൂർ 48 മണിക്കൂറെല്ലാം മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നേരത്തെയും BJPയുടെ പല നേതാക്കന്മാരെയും മറ്റ് പാർട്ടികളുടെയും നേതാക്കന്മാരെയൊക്കെ മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന്, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന്, അതിന്റെ പ്രചരണത്തിൽ നിന്ന് ഇതൊക്കെ മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ അടിമ ഉടമ ബന്ധമോ യജമാന സ്നേഹമോ ഒന്നും ഒരാൾക്കും ഒരു ഭരണഘടനാ സംവിധാനത്തിനും നിലവിലുണ്ടാകേണ്ട സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലവിലില്ല. അങ്ങനെ ഒരു സംവിധാനവും നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. പിന്നെ നമുക്ക് എന്തും ചിന്തിക്കാം, ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കും എന്തും ചിന്തിക്കാം, അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു എന്ന് പറയുന്നത് നേരത്തെ ഡോക്ടർ മൻമോഹൻ സിംഗ് നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകളാണ്. അതാണ് ഇപ്പോഴത്തെ പരാതിക്ക് അടിസ്ഥാനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതിലേതെങ്കിലും തെറ്റുകളുണ്ടോ, അത് പാർട്ടി കൊടുത്തിട്ടുള്ള വിശദീകരണത്തിൽ ഏതെങ്കിലും പോരായ്മയുണ്ടോ, ഇതൊക്കെ പരിശോധിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അവരത് പരിശോധിക്കട്ടെ. അതിനുള്ള അവകാശവും അധികാരവും സ്വാതന്ത്ര്യവും, ഞാൻ എടുത്തു പറയുന്നത് അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ ഇന്ന് ഇലക്ഷൻ കമ്മീഷനുണ്ട്. 1975കളിലും 76കളിലും 77കളിലും എല്ലാം ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതിന് മുൻപുള്ള കാലഘട്ടത്തിൽ നാം എല്ലാം ഇലക്ഷൻ കമ്മീഷനെ കേൾക്കുന്നത് എപ്പോഴാണ്? മലയാളിയായിട്ടുള്ള ശ്രീ TN ശേഷൻ ഇലക്ഷൻ കമ്മീഷനായിട്ട് വരുമ്പോഴാണ് അങ്ങനെ ഒരു തസ്തികയ്ക്ക് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്, തെരഞ്ഞെടുപ്പിൽ പ്രാധാന്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നത്, സാമാന്യ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനു മുൻപ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, അതിനു മുൻപും ഉണ്ട്. പക്ഷെ സാധാരണക്കാർ മനസ്സിലാക്കുന്നത് ശ്രീ TN ശേഷം വന്നതിന് ശേഷമാണ്. പക്ഷെ അതിനുശേഷവും നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള, നേരത്തെ ഡോക്ടർ സമ്പത്ത് സൂചിപ്പിച്ചതുപോലെ, ഭരണഘടനാനുസൃതമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള അവകാശം, അധികാരം എന്ന് പറഞ്ഞാൽ കോടതികൾക്ക് പോലും ചോദ്യം ചെയ്യാൻ കഴിയാത്ത നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രക്രിയയാണിത്. ആ പ്രക്രിയയിൽ സമ്പൂർണ്ണമായും നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ അവരുടെ ചുമതലകൾ നിർവഹിക്കാറുണ്ട്, അത് പൂർത്തിയാക്കാറുണ്ട്. പിന്നെ 6 ഘട്ടമാണോ 5 ഘട്ടമാണോ 7 ഘട്ടമാണോ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് എന്നുള്ളത് അതാത് തെരഞ്ഞെടുപ്പുകളിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന വോട്ടർമാരുടെ വർധനവിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുന്ന പ്രക്രിയയും നടപടിക്രമങ്ങളുമാണ്. അതിലേതെങ്കിലും സുതാര്യക്കുറവ് നാളിതുവരെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല, അതിലേതെങ്കിലും കുഴപ്പവും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. അജിം സനോട് ചോദിച്ച ചോദ്യത്തിന്റെ സാങ്കത്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പ്രധാനമന്ത്രിയാണെങ്കിലും പ്രതിപക്ഷ നേതാവാണെങ്കിലും പാർട്ടി നേതാക്കന്മാരാണെങ്കിലും ആരാണെങ്കിലും അവർ പാലിക്കപ്പെടേണ്ട, പാലിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ, അതിലേതെങ്കിലും പരാതി ഉയർന്നാൽ, അതിലേതെങ്കിലും തരത്തിലുള്ള ആളുകളുടെ അല്ലെങ്കിൽ സംഘടനകളുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ ഒക്കെ പരാതി ഉണ്ടായാൽ അതെല്ലാം ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കുകയും വിശദീകരണം തേടുകയും ചെയ്യും. ഇവിടെ അതാണ് നടന്നിട്ടുള്ളത്. ഇപ്പൊ കേരളത്തിലെ ഒരു സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ ആരോപണങ്ങൾ ഉയർന്നു വന്നു, പരാതികൾ ഉയർന്നു വന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ വിവാദങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ആ വിവാദങ്ങളിലും ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ടില്ലേ, ചോദ്യം ചോദിച്ചില്ലേ, വിശദീകരണം ചോദിച്ചില്ലേ? അപ്പൊ കേരളം അടക്കമുള്ള സംസ്ഥാനം, കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ എന്റെ ഒരു സംശയം ഇതാണ്, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിയോട് വിശദീകരണം ചോദിക്കാത്തതെന്ന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പോൾ കൃഷ്ണദാസ് ഒരു സ്ഥാപനത്തിന്റെ ഉടമയാണെന്ന് കരുതുക. കൃഷ്ണദാസ് ഒരാൾ അപ്പോയിന്റ് ചെയ്യുന്നു, അങ്ങയുടെ കീഴിൽ ഒരാൾ അപ്പോയിന്റ് ചെയ്യുന്നു. അങ്ങേക്കെതിരായ പരാതി താങ്കൾ അപ്പോയിന്റ് ചെയ്ത ആളുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്താൽ ആ പരാതിയുടെ പ്രോസസ്സ് എത്രമാത്രം സുതാര്യവും നിഷ്പക്ഷവും സ്വതന്ത്രവുമായിരിക്കും? അബദ്ധജടിലവും അവിശ്വാസം ജനിപ്പിക്കുന്നതും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതുമാണ് അജിംസിന്റെ ചോദ്യം. ഒന്നാമത്തെ കാര്യം. 2, ഇന്ത്യയുടെ പ്രസിഡന്റാണ് ഈ രാജ്യത്തെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും നിയമിക്കുന്നത്. അത് അവരുടെ കയ്യൊപ്പോട് കൂടിയിട്ടാണ് എല്ലാ അധികാര സ്ഥാനങ്ങളിലേക്കുമുള്ള, പ്രത്യേകിച്ച് ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനങ്ങൾ നടക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ BJPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ ബന്ധം? അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ ബന്ധം? ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ ബന്ധം? പ്രധാനമന്ത്രിയുടെ റോൾ എന്താണ്? അല്ല, അങ്ങനെ നിയമനത്തിൽ പ്രധാനമന്ത്രിയുടെ റോൾ എന്താണ്? ഞാൻ സൂചിപ്പിക്കാൻ വന്നത്, അങ്ങനെയൊന്നും ഒരു സംവിധാനത്തെ നിങ്ങൾ വളച്ചൊടിച്ച് തെറ്റിദ്ധരിപ്പിച്ച്, ഇത് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്നുകൊണ്ടാണല്ലോ ഇതിന്റെ ആളുകളെ നിയമിക്കുന്നത്. പ്രതിപക്ഷ നേതാവും ചേർന്നല്ല. പ്രതിപക്ഷ നേതാവ് നോ പറഞ്ഞാലും അവിടെ പ്രധാനമന്ത്രിയുടെ ഹിതം നടപ്പാവും. കാരണം ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ.
ആജംസെ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാം, അതിനൊരു പരിധിയുണ്ട്. അത് സ്വയം നിയന്ത്രിക്കേണ്ട തെറ്റിദ്ധാരണ പരത്തുന്ന പരിധിയാണ്. അപ്പൊ നിങ്ങൾ തിരുത്താൻ തയ്യാറല്ലെങ്കിൽ എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ അപ്പോയിന്റ്മെന്റുകളും നടക്കുന്നതിൽ പ്രതിപക്ഷ നേതാവിനും കൂടി റോളുണ്ട്. പ്രതിപക്ഷ നേതാവ് നോ പറഞ്ഞാലും പ്രധാനമന്ത്രി നോ പറഞ്ഞാലും, പ്രതിപക്ഷ നേതാവ് എസ് പറഞ്ഞാലും പ്രധാനമന്ത്രി എസ് പറഞ്ഞാലും നടക്കുന്നതും നടക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഒരു സംവിധാനം ഭരണം നടത്തുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഭരണം നടത്തുന്ന സംവിധാനം ഒന്നും ചെയ്യേണ്ടതില്ല, അതെല്ലാം പ്രതിപക്ഷ നേതാവ് ചെയ്തോളും എന്നുള്ളതാണെങ്കിൽ അങ്ങനെയല്ല അങ്ങനെയല്ല. അതായത് എങ്ങനെ എക്സിക്യൂട്ടീവ് ഏകപക്ഷീയമായ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ ഒരു എക്സിക്യൂട്ടീവ് എതിരഭിപ്രായം ഇല്ലാത്ത വിധം ഏകപക്ഷീയമായി നടക്കുകയാണ്. തീരുമാനിക്കാൻ അത്രേ ഉള്ളൂ. ഞാൻ അത് ചൂണ്ടിക്കാട്ടുള്ളത് സിമ്പിൾ ആണ്. അത് നമ്മൾ അതിൽ കോംപ്ലിസിറ്റി വരുത്തേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കൃഷ്ണദാസ്, അങ്ങനെ എക്സിക്യൂട്ടീവ് ഏകപക്ഷീയമായി തീരുമാനിക്കുന്ന ഒരു നടപടി നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിൽ ഇല്ല. പ്രതിപക്ഷ നേതാവും കൂടി ചേർത്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള CBC അടക്കമുള്ള ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള പ്രധാനപ്പെട്ട പല അപ്പോയിന്റ്മെന്റ്സ് നടക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ കൂടി വിശ്വാസവും പ്രതിപക്ഷത്തിന്റെ കൂടി അഭിപ്രായവും അറിഞ്ഞുകൊണ്ടാണ്. പ്രതിപക്ഷം പറയുന്നവരെ തന്നെ നിയമിക്കണമെന്നുള്ള അങ്ങനെ ഒരു വ്യവസ്ഥ അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ CVC നിയമിക്കുന്നത് എങ്ങനെയാണ്? CVC നിയമിക്കാൻ വേണ്ടി ആളുകൾ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? അതിനും സുതാര്യമായ സംവിധാനങ്ങളാണ് നമ്മുടെ രാജ്യത്തെ എല്ലാ ആ സുതാര്യത ഇതിലുണ്ടോന്ന് ഞാൻ ചോദിച്ചുള്ളൂ. നമ്മൾ തർക്കിക്കേണ്ട കാര്യം, നമ്മൾ ദിവസങ്ങളോളം അത് തർക്കിച്ചൊരു കാര്യമാണ്. ഞാൻ വരാം, അങ്ങനെയൊക്കെ വരാം. ശ്രീ VR അനൂപ്, ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത പരാതിയിൽ വിശദീകരണം ചോദിച്ചത്, വിശദീകരണം പറയുന്നത് അത് ഫാക്ച്വൽ ആയിട്ടുള്ള പരാമർശമാണ് നരേന്ദ്രമോദി നടത്തിയതാണ് BJP നൽകിയ വിശദീകരണം എന്നാണ് പുറത്തു വരുന്ന വാർത്ത. ആ വിശദീകരണക്കുറിപ്പ് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വായിച്ചിട്ടില്ല. വാർത്തകൾ വരുന്ന അങ്ങനെയാണ്. BJPയുടെ ഇൻസൈഡേഴ്സ് വെളിപ്പെടുത്തിയ കാര്യമാണെന്നാണ് പറഞ്ഞ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതേസമയം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി താൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ വേർതിരിപ്പിക്കുന്ന അന്ന് തൻ്റെ പൊതുപ്രവർത്തനത്തിലുള്ള യോഗ്യത അവസാനിക്കുന്നു എന്ന് അദ്ദേഹം അസന്ദിഗ്ധമായി പറയുകയും ചെയ്യുന്നു. ഇതെന്തുകൊണ്ടാകും ഇങ്ങനെ രണ്ട് നിലപാട് വരുന്നത്? മോദി അത് തള്ളി പറയാൻ കാരണം എന്തായിരിക്കും? അത് തിരിച്ചടിച്ചുകൊണ്ടാണോ? ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളുടെ സുതാര്യത, പരമാധികാരം, സ്വതന്ത്ര സ്വഭാവം എന്നൊക്കെ ഉള്ളത് ഒരു തമാശയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളെ വിഭജിക്കുന്നൊരു പ്രസ്താവന ഞാൻ നടത്തുന്ന നിമിഷം ഞാൻ പൊതുപ്രവർത്തനം നിർത്തുമെന്നൊക്കെ പറയുന്നത് മറ്റൊരു തമാശ മാത്രമാണ്. നരേന്ദ്രമോദിയെക്കുറിച്ച് അറിയുന്ന ഏതൊരാൾക്കും അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം 2002 ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ പ്രസ്താവന, അവിടെ ഇരകളാക്കപ്പെട്ട അവരുടെ അഭയാർത്ഥി ക്യാമ്പിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഇവിടെ അഭയാർത്ഥി ക്യാമ്പുകൾ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രജനന കേന്ദ്രങ്ങളായി മാറരുത് എന്ന് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി 2002 പറഞ്ഞെങ്കിൽ 2 ദശകത്തിന് ശേഷം അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുമ്പോഴും ആ നിലപാടിൽ മാറ്റമില്ല എന്ന് മാത്രമല്ല, അത് കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നരേന്ദ്രമോദി എന്ന വ്യക്തിയെക്കുറിച്ച് ഇത്തരം പ്രസ്താവനകൾ വരുമ്പോൾ നമുക്ക് അത്ഭുതം ജനിപ്പിക്കുന്നില്ല. പക്ഷേ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിമാർക്ക് ഒരു പൊതുചരിത്രമുണ്ട്. രാജ്യത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു നടത്തിയ പല പ്രസംഗങ്ങളും സ്കൂൾ തലം മുതൽ സർവകലാശാല തലം വരെ നമ്മൾ വിദ്യാർത്ഥികൾ പഠിക്കുന്ന പാഠഭാഗങ്ങളാണ്. നെഹ്റുവിൽ നിന്ന് തുടങ്ങി നരേന്ദ്രമോദിയുടെ തൊട്ട് മുൻഗാമിയായിരുന്ന മൻമോഹൻ സിംഗ് നടത്തിയ, അദ്ദേഹം പ്രധാനമന്ത്രി ആവുന്നതിന് മുൻപും അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വിദേശ സർവകലാശാലകൾ അടക്കമുള്ള ഇടങ്ങളിൽ ആകാംക്ഷയോടെ കേട്ടിരുന്നതാണ്. അതൊക്കെ പോട്ടെ, നരേന്ദ്രമോദിയുടെ തന്നെ പാർട്ടിയിലെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി, അദ്ദേഹവും നരേന്ദ്രമോദി പ്രതിനിധാനം ചെയ്യുന്ന വംശീയ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ പതാകവാഹകനായിരിക്കുമ്പോഴും അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾ ഉറുദു കവിതാശകലങ്ങളടക്കം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങളിൽ അദ്ദേഹം പുലർത്തുന്ന പ്രവർത്തന ശൈലിയും പ്രത്യയശാസ്ത്രവും മാറ്റി നിർത്തുമ്പോഴും പ്രസംഗങ്ങളിൽ അദ്ദേഹം പുലർത്തുന്ന ഒരു ഔന്നത്യമുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപവാദമായിക്കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് എന്നുള്ളത് മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ ഒരു ദേശീയ അപമാനമായി നരേന്ദ്രമോദി മാറുകയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ? വോട്ട് ജിഹാദ്. അതുപോലെ ഹിന്ദു സ്ത്രീകളുടെ മംഗല്യസൂത്രം എടുത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന സംഘപരിവാർ പ്രചാരകന് വിദ്വേഷം വിതയ്ക്കുന്ന ആൾക്ക് എന്തും പ്രസംഗിക്കാം. പക്ഷേ അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഇത്തരം വിദ്വേഷ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കുമെന്നുള്ള പ്രത്യാശയോ പ്രതീക്ഷയോ നമുക്കില്ല. പക്ഷേ നരേന്ദ്രമോദി രാജ്യത്തിന് മുന്നിൽ, ലോകത്തിന് മുന്നിൽ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്.
അദ്ദേഹം കോൺഗ്രസിൻ്റെ AICC സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഇലക്ഷൻ കമ്മീഷനിൽ വേറെ വലിയ പ്രതീക്ഷകളില്ല. പക്ഷേ ഇത്തരം നീക്കങ്ങളിലൂടെ അദ്ദേഹം സ്വയം എക്സ്പോസ്ഡ് ആവുന്നു എന്നുള്ളതാണ്. അതിനൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിചാരിച്ചത് ഈ രാജ്യത്ത് വലിയ തോതിലുള്ള ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാകുമെന്നാണ്. എന്നാൽ ഇന്ന് UP-യിൽ പോലും അത്തരം ധ്രുവീകരണമില്ല. രാമൻ നരേന്ദ്രമോദിയെ കൈവിട്ടിരിക്കുകയാണ്. അതാണ് റംസാൻ വ്രതാനുഷ്ഠാനം തുടങ്ങുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം അതുവരെ കോൾഡ് സ്റ്റോറേജിൽ വെച്ച പൗരത്വ നിയമം പൊടി തട്ടി കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതും ഈ രാജ്യത്ത് ധ്രുവീകരണം ഉണ്ടാക്കിയിട്ടില്ല. ഈ രാജ്യത്തെ ജനങ്ങൾ, ഈ രാജ്യത്തെ മധ്യവർഗം, ഈ രാജ്യത്തെ സാധാരണക്കാരൊക്കെ നരേന്ദ്രമോദിയെ തിരിച്ചറിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉയർന്നു വരികയും അതിനെ തൊട്ടുള്ള പരിഭ്രാന്തിയും, ഈ പറയുന്ന മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ല എന്ന് പറഞ്ഞതുപോലെ അതുവരെ അദ്ദേഹം അഭിനയിക്കാൻ ശ്രമിച്ച പരിവേഷങ്ങൾ, മുഖംമൂടികളൊക്കെ അഴിച്ചു മാറ്റി നരേന്ദ്രമോദി കൂടുതൽ സ്വയം വെളിപ്പെടുത്തുന്ന സാഹചര്യം അത് ഈ രാജ്യം തിരിച്ചറിയുന്നു. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ അത് രാജ്യത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, ഡോക്ടറെ സമ്പത്ത്, ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ, ഒന്ന് രാമക്ഷേത്രം മുൻനിർത്തിയുള്ള വോട്ടഭ്യർത്ഥന, രണ്ട് കമ്മ്യൂണലൈസ് എന്താണ് പറയുക പോളറൈസ് ചെയ്തുകൊണ്ടുള്ള ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് വോട്ട് നേടാനുള്ള ശ്രമം, പൗരത്വ നിയമം ഉൾപ്പെടെ മുന്നിൽ വെച്ചുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നടത്തിയ ശ്രമം, ഇതൊക്കെ ഫലം കണ്ടില്ല എന്നാണ് VR അനൂപ് പറയുന്നത്. ഇത് ഫലം കണ്ടില്ല എന്നെങ്ങനെ പറയാൻ കഴിയും? അത് ജനങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതിനൊക്കെ ഒരു പരിധിയില്ലെന്ന് ചോദിച്ചതുപോലെ ആളുകൾക്ക് ഈ വെറുപ്പ് അല്ലെങ്കിൽ ഈ വിഭജനം ഇതൊക്കെ ജനങ്ങൾക്ക് താങ്ങാനൊരു പരിധി ഉണ്ടാവുമല്ലോ. അതിനർത്ഥം അവർ അതവർ ഏറ്റെടുത്തിട്ടില്ല എന്നാണോ? അവർ ചിന്തിക്കുന്നില്ല. അവർ ചിലപ്പോൾ വോട്ട് ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പോൾ പോൾ പേഴ്സണേജ് നോക്കിക്കഴിഞ്ഞാൽ പല ഘട്ടങ്ങളിലും പല സംസ്ഥാനങ്ങളിലും പോളിംഗ് ശതമാനം കുറവാണ്. അതിനർത്ഥം ആളുകൾ എല്ലാം BJP-ക്കെതിരെ വോട്ട് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ BJP-ക്ക് വേണ്ടി വോട്ട് ചെയ്യാതിരിക്കുകയോ BJP-ക്കെതിരെ വോട്ട് ചെയ്യുക എന്നൊക്കെ മനസ്സിലാക്കണം. നോക്കൂ അജിംസെ, നമ്മുടെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായമനുസരിച്ച് ഈ ലോക്സഭാ മണ്ഡലങ്ങളിലാണ് എങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥി വിജയിക്കുന്നു എന്നാണല്ലോ. ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ 50% വോട്ട് കിട്ടി വിജയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക നിങ്ങൾ ഇപ്പോൾ മീഡിയ പേഴ്സൺസ് എന്നുള്ള നിലയിലേക്ക് ഈ 1ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇപ്പോൾ ഇനി ഈ കഴിഞ്ഞ 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ളത് പരിശോധിച്ചാൽ അങ്ങനെ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ എണ്ണം എന്നുള്ളത് വിരലിൽ എണ്ണാവുന്നവർ മാത്രമല്ലേ കാണുള്ളൂ. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ളവരെല്ലാം തിരഞ്ഞെടുക്കപ്പെടുമ്പോഴും 51% വോട്ട് നേടിക്കൊണ്ടല്ലല്ലോ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഒരുപക്ഷെ വളരെ പ്രഗത്ഭരായിട്ടുള്ള അത്തരത്തിൽ വളരെ പ്രകടമായി രാജ്യത്തിൻ്റെ ഈ ബിംബങ്ങളായി അത്തരത്തിൽ പറയുന്ന ഏതാനും ചില ആളുകൾ ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാവാം ചരിത്രത്തിൽ. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ചർച്ചയിൽ ഇപ്പോൾ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പറഞ്ഞ ചില കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മളങ്ങനെ ഒരു സാത്വികമായ ശൈലിയിൽ പറഞ്ഞു പോയത് കൊണ്ട് മാത്രം യാഥാർത്ഥ്യങ്ങൾ അതല്ലാതാകുന്നില്ല. ഇന്ത്യക്കൊരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം, ഇന്ത്യക്കൊരു പ്രധാനമന്ത്രിയും ഉണ്ടായിരിക്കണം, അത് ഭരണഘടന അനുസരിച്ചുണ്ടായിരിക്കണം. പാർലമെൻറ്റ് ലോക്സഭ പിരിച്ചുവിട്ടിരുന്നാലും അവിടെ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും അവിടെ ഒരു പ്രൈം മിനിസ്റ്ററും ഉണ്ട്. ദെയർ ഷാൽ ബി എ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് ഭരണഘടനയിൽ പറയുന്നത് കൊണ്ട് ഭൂരിപക്ഷം ഇല്ല എങ്കിൽ പോലും പ്രധാനമന്ത്രി ഉണ്ടായിരുന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് സാന്ദർഭികമായി ഞാൻ പറയുകയാണ്. അത് വാസ്തവത്തിൽ ഇപ്പോൾ 1984 ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ വധമുണ്ടായതിന് ശേഷം പ്രധാനമന്ത്രിയാണ് അത്തരത്തിൽ രക്തസാക്ഷിത്വം വരിച്ചത്. പുതിയ പ്രധാനമന്ത്രി അധികാരമേറ്റതിന് ശേഷമാണ് ഇന്ത്യയുടെ ഔദ്യോഗിക മാധ്യമങ്ങൾക്ക് ആ വാർത്ത പുറത്തുവിടാൻ കഴിഞ്ഞത്. ഓർമ്മയുണ്ടല്ലോ അജിംസെ, താങ്കളെല്ലാം വളരെ കുട്ടികളായിരിക്കുന്ന കാലത്താണ്. BBC എല്ലാം വാർത്ത അന്ന് പറഞ്ഞു, നമ്മൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ദെയർ ഷാൽ ബി എ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് ഭരണഘടന തന്നെ അനുശാസിക്കുന്നത് കൊണ്ടാണ് അത്തരമൊരു കാര്യം. ഇവിടെ ഈ പ്രസിഡന്റ് രാഷ്ട്രപതി എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 74 അനുച്ഛേദം 74 വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ ഞാനത് മുഴുവനായി വായിക്കുന്നില്ല. അത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് അനുസരിച്ചായിരിക്കണമെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഇൻ അക്കോർഡൻസ് വിത്ത് ദ അഡ്വൈസ് ടെൻഡേർഡ് ആഫ്റ്റർ സച്ച്. അപ്പോൾ ഇത് ഈ പറയുന്നതെല്ലാം പറഞ്ഞു പോണത് എന്താണ്? പ്രസിഡന്റ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴും ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ അത് മാൻഡേറ്ററി ആണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം.
ഇത് വാസ്തവത്തിൽ മറ്റൊരർത്ഥത്തിൽ എടുത്താൽ സംസ്ഥാനങ്ങളുടെ നിയമസഭകൾക്കും ഇത് ബാധകമാണ്. ഗവർണർമാരിനി എന്തെല്ലാം പറഞ്ഞിരുന്നാലും. പക്ഷേ അവിടെ പല തർക്കങ്ങളും നിലവിലുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. മുമ്പ് തന്നെ വന്നിട്ടുള്ള നമ്മൾ സർക്കാർ കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മളത് പിന്നീട് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യുക. ഇനി മറ്റൊരു കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ആ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അതിൽ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് തന്നെ അതിൽ അംഗമായി വരേണ്ടതാണല്ലോ, ആയിരുന്നല്ലോ അല്ലേ? എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യുകയും പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന മറ്റൊരു മന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിയും അവിടെ പ്രതിപക്ഷ നേതാവ് അല്ല എങ്കിൽ ലോക്സഭയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ ഗ്രൂപ്പിൻ്റെ നേതാവ് എന്നുള്ള നിലയിലേക്ക് അങ്ങനെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ അധീർ രഞ്ജൻ ചൗധരി വന്നുവെങ്കിൽ പോലും അദ്ദേഹം തന്നെ പറയുകയുണ്ടായല്ലോ, എന്നെ ഈ കമ്മിറ്റിക്ക് വിളിക്കുന്നു, ഞാനവിടെ ചെല്ലുന്നു, ആ കമ്മിറ്റിയിൽ ചെല്ലുമ്പോൾ എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ ഡസൻ കണക്കിന് പേരുകൾ എൻ്റെ മുന്നിലേക്ക് വരികയാണ്. ഈ ആളുകളെ സംബന്ധിച്ചൊന്ന് അറിയുന്നതിന് വേണ്ടി നമുക്ക് ആരെങ്കിലും കുറിച്ച് അറിയണമെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പെങ്കിലും ഈ പറയുന്ന വളരെ മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോ അത്തരത്തിലുള്ളവരെ സംബന്ധിച്ച് അറിയണമെങ്കിൽ നമുക്ക് അവരുടേതായിട്ടുള്ള പേര് വിവരങ്ങളും അവരുടെ ബയോഡാറ്റ CV നമ്മുടെ കയ്യിൽ ലഭ്യമാകണ്ടേ? ആ ഒരു കമ്മിറ്റിക്ക് ചെല്ലുമ്പോൾ ഇത് തന്നിട്ട് യെസ് ഓർ നോ പറഞ്ഞിട്ട് പോവുക. ചില ചോദ്യങ്ങളുണ്ടല്ലോ, ആണോ അല്ലയോ, ഇത് ഈ നമ്മൾ OMR രേഖപ്പെടുത്തുന്നത് പോലെ അങ്ങനെ ചെയ്തു പോകാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത് തന്നെ ഒരു പരിഹാസദ്യോതകമായി മാറുകയല്ലേ ചെയ്തത്, ഒരു ജനാധിപത്യത്തെ റിഡിക്യൂൾ ചെയ്യുന്നത് പോലെ അത് മാറുകയല്ലേ. ഇനി ഇവിടെ ഈ വർഗീയ പരാമർശങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തല്ലോ. അദ്ദേഹം പറഞ്ഞ വർഗീയ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് BJP വല്ലാതെ ഇത്തരം കാര്യത്തിലെല്ലാം എടുക്കുന്ന ഒരു നിലപാട് ഞാൻ ഒരു മിനിറ്റേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി തന്നെ മുമ്പിൽ വന്ന ഒരു കാര്യമാണ്, അതിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്താണെന്നറിയാം, ഇൻഡോറിലെ ലോ കോളേജിലെ ലൈബ്രറിയിൽ ഒരു പുസ്തകം, ആ പുസ്തകം അവിടെ നിന്ന് അത് നീക്കം ചെയ്യണം, നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ABVPയുടെ നേതാവ് കൊടുത്തിട്ടുള്ളൊരു പരാതി, അതിന് FIR ഒക്കെ എടുത്തതിന് സുപ്രീം കോടതി വരെ എത്തി. സുപ്രീം കോടതി പറഞ്ഞത് ഇറ്റ്സ് അബ്സർഡിറ്റി, അസംബന്ധം എന്നാണ് പറഞ്ഞത്. ആ FIR തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് സുപ്രീം കോർട്ട് ക്വാഷസ് ദ FIR വിച്ച് അലേജ്ഡ് ദ ബുക്ക് ഇൻ ഇൻഡോർ ലോ കോളേജ് ലൈബ്രറി ഹർട്ട് റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ്. എന്താണെന്നറിയോ, ഇവിടെ ഈ കമ്മ്യൂണൽ വയലൻസുമായി ബന്ധപ്പെട്ട് കളക്റ്റീവ് വയലൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിലൊരു ഗവേഷണ പുസ്തകമാണ് ആ പുസ്തകം. ഇന്ത്യയിൽ നടന്നിട്ടുള്ള വിവിധ വർഗീയ കലാപങ്ങളിൽ അല്ല RSSൻ്റെ പങ്ക്, മറ്റു കാര്യങ്ങൾ ഇതെല്ലാം അവിടെ ഉണ്ട് ഈ പറഞ്ഞ ഇത്തരം കാര്യത്തെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ ഇത് ഹിന്ദു ഫോബിയ പടർത്തുന്നു ആളുകളിലേക്ക്. അങ്ങനെ ഹിന്ദുമതത്തിൽപ്പെട്ടവരെ, ഹിന്ദുക്കളായിട്ടുള്ളവരെ സംബന്ധിച്ച് അത്തരത്തിൽ വെറുപ്പുണ്ടാക്കാൻ ഇടയാക്കുന്നതാണ്. ഇതൊക്കെയാണ് അവിടെ പരാതി എന്നുള്ളത്. ഇതാണ് അസംബന്ധം എന്ന് സുപ്രീം കോടതി പറഞ്ഞത്. ഇവിടെ ഞാനത് സൂചിപ്പിച്ചത് എന്താണെന്നറിയോ, നമ്മുടെ പ്രധാനമന്ത്രിയുടേതായ പ്രസംഗങ്ങളിൽ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതും ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യത്തിൽ ഇന്ത്യയിലെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റിൽ ഹിന്ദു എന്ന മതം കൊണ്ട് വിവക്ഷിക്കുന്നവരുടെ ഫെർട്ടിലിറ്റി റേറ്റ് എന്നുള്ളത് 1% എങ്കിൽ മുസ്ലിങ്ങൾ എന്ന് വിവക്ഷിക്കുന്നവരുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റിലുള്ള വർധനവെന്നത് 0.7%. ഇത് പോപ്പുലേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ഏറ്റവും ഒടുവിലുള്ള കണക്കാണ്. പ്രധാനമന്ത്രിയുടേതായിട്ടുള്ള ഒരു കമ്മിറ്റി മുമ്പാകെ വന്നിട്ടുള്ള ഒരു കണക്കുമായി ബന്ധപ്പെട്ട് പഴയ കണക്ക് വെച്ചിട്ട് ആ കണക്കിനെ എടുത്ത് ഇപ്പോൾ വ്യാഖ്യാനിക്കുമ്പോൾ നേരത്തെ നാഷണൽ എക്കണോമിക് കൗൺസിലോ മറ്റോ അന്ന് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ വന്ന ഒരു ചർച്ചയെ സംബന്ധിച്ചുള്ളത് അത് ഇപ്പോൾ എടുത്തുകൊണ്ട് വരുന്നത് ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാം കൃത്യമായ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടല്ലേ. നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളെക്കുറിച്ചെല്ലാം ചർച്ചയെല്ലാം നടക്കുന്ന ഒരു വേളയിൽ ഒരു കാര്യമുണ്ടല്ലോ, ശരിയായിരിക്കാം ഒരുപക്ഷെ ഹാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം, പക്ഷേ എന്താ അതിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ പലപ്പോഴും മാനിപ്പുലേഷൻ നടത്താൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണല്ലോ. ഞാനിപ്പോൾ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, എത്ര പേര് വോട്ട് ചെയ്തു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പറയാൻ കഴിയാതിരിക്കുകയും ശതമാനക്കണക്ക് പറയുകയും ചെയ്യും. അതെങ്ങനെയാണ് ജിംസൈ ശരിയാവുക? നമ്മൾ എങ്ങനെയാണ് പെർസെൻറ്റേജ് കണക്ക് സ്കൂളിലെല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അറിയാമല്ലോ. കൃത്യമായി ഇത്രയാണ് വോട്ടർമാർ വോട്ട് ചെയ്യേണ്ടിയിരുന്നത്, ഇത്ര പേർ വോട്ട് ചെയ്തു, അതിനെ നമ്മൾ 100 കൊണ്ടാണല്ലോ അവിടെ ആ കാര്യം എടുത്തിട്ട് ഇത് വെച്ചിട്ടാണല്ലോ ശതമാനം എടുക്കുക. അപ്പോൾ ആകെ വോട്ടർമാരും വോട്ട് ചെയ്തവരുടെ എണ്ണവും പറയാതെ ഇക്കാര്യത്തിൽ ശതമാനക്കണക്കിലേക്ക് പറയുക. എപ്പോൾ പറയുക? മണിക്കൂറുകൾ കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആണല്ലോ പറയുക. എന്നിട്ടോ ആഴ്ചകൾക്ക് ശേഷം തിരുത്തി പറയുക. ഇതെല്ലാം ഈ നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യതയെ
അതിൻ്റെ നമ്മളൊരു ട്രസ്റ്റ് എന്ന് പറയുമല്ലോ, അത് സുപ്രീം കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നെങ്കിലും സർട്ടിഫിക്കറ്റായി വാങ്ങിച്ചുകൊണ്ട് വരേണ്ടതല്ല. വി ഹിയർ ബൈ സർട്ടിഫൈ ദാറ്റ് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് ട്രസ്റ്റ് വർത്തി എന്നുള്ള സർട്ടിഫിക്കറ്റ് സാക്ഷ്യപത്രമല്ല വരേണ്ടത്. അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വോട്ടിച്ച് രേഖപ്പെടുത്തുന്നവരും രേഖപ്പെടുത്താത്തവരും ഈ ലോകത്തിന് മുമ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരത്തിൽ അത് നമ്മൾ അത്തരത്തിൽ കാണിക്കേണ്ടതായിട്ടുള്ള അത്തരത്തിൽ അത് ജനങ്ങളിൽ നിന്നാണ് ആ വിശ്വാസ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് വരേണ്ടത്. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും കനത്ത വിശ്വാസ്യത ഉണ്ടാവേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രീയ കക്ഷികൾക്കോ മാധ്യമങ്ങൾക്കോ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾക്കോ പരാജയപ്പെട്ടവർക്കോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയവർക്കോ ഒന്നുമല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഏറ്റവും വലിയ സത്യസന്ധതയും ആ കാര്യത്തിൽ നിഷ്പക്ഷതയും നീതിപൂർവകതയും ഉറപ്പുവരുത്തിക്കൊണ്ട് ഇക്കാര്യത്തിൽ പറയേണ്ടത്. എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത് ഒഴുകിപ്പോവുകയാണ്. ആ ട്രസ്റ്റ് അങ്ങനെ ഇറ്റ് ഇസ് ഗോയിങ് ഇൻ ടു ദ ഡ്രെയിൻസ് എന്ന് പറയും. ഇഫ് എനി ട്രസ്റ്റ് ഇസ് ദെയർ ആ പറയുന്നത് അതൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ് എങ്കിൽ അത് ചെറുക്കപ്പെടേണ്ടതാണ്, എതിർക്കപ്പെടേണ്ടതാണ്, തടയപ്പെടേണ്ടതാണ്. അത് നമ്മൾ പ്രതികരിക്കേണ്ടതാണ്, പ്രതിഷേധത്തിന്റെ സ്വരവും ഉണ്ടാവുന്നതാണ്. ശ്രീ പി കൃഷ്ണദാസ്, ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ കമ്മീഷന്റെ നിഷ്പക്ഷത നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്ത ഒരു വിഷയമായതുകൊണ്ടാണ്. അതിന്റെ നിയമന രീതി നിലവിൽ മുൻപുണ്ടായിരുന്ന രീതി തന്നെ, അതായത് സുപ്രീം കോടതി ജഡ്ജിയൊക്കെ ഉള്ളൊരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉള്ള കമ്മിറ്റി തന്നെ തെരഞ്ഞെടുക്കുന്ന കമ്മീഷനുകൾ ഉള്ളപ്പോൾ തന്നെ 2019 സംഭവിച്ചെന്നാണെന്നറിയാം. പ്രധാനമന്ത്രിക്കെതിരെ തന്നെയുള്ള പരാതിയിൽ ആ കമ്മീഷൻ നടപടി സ്വീകരിക്കാത്തതും പിന്നീട് അതിൽ നിന്ന് ഒരു കമ്മീഷൻ അംഗത്തിന് രാജിവെച്ച് പുറത്തു വരേണ്ടി വന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഗതിയുമൊക്കെ അശോക് ലവാസ് എന്ന കമ്മീഷൻ അംഗത്തിൻ്റെ ഗതിയൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ പിന്നെ അതേക്കുറിച്ചല്ല എൻ്റെ ചോദ്യം ഇത്രയ്ക്കും പച്ചയ്ക്ക് പറഞ്ഞൊരു കാര്യം, പച്ചയ്ക്ക് പറയാമെന്നൊക്കെ പറയുമല്ലോ, പച്ചയ്ക്ക് പറയുന്ന കാര്യത്തിൽ തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ പറയുകയില്ല, അങ്ങനെ പറഞ്ഞാൽ എൻ്റെ പൊതുജീവിതം എനിക്ക് അവസാനിപ്പിക്കേണ്ടി വരും. ഇത് കേൾക്കുന്ന ജനങ്ങളുണ്ടല്ലോ, മോദി എന്താണ് പ്രസംഗിച്ചതെന്നുള്ളത് അത് ശുദ്ധമായ വളരെ ലളിതമായ ഹിന്ദിയിൽ ആ കേട്ടിരുന്ന ആളുകൾക്കും രാജ്യത്തുള്ള മറ്റുള്ളവർക്കും മനസ്സിലായതാണ്. എന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരുന്നത് ശരിക്കും ആ പറഞ്ഞത് തന്നെ തിരിച്ചടിയായി എന്ന ബോധ്യത്തിൽ നിന്നാണോ? അജിംസ് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ എടുത്ത് ഞാൻ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം അജിംസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് ഞാൻ പറഞ്ഞു എന്നല്ല. അജിംസ് പറഞ്ഞതിനെ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ശ്രീ മൻമോഹൻ സിംഗ് നടത്തിയ പ്രസംഗത്തിലെ ഭാഗങ്ങൾ എടുത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞത് എന്നുള്ള തരത്തിൽ അന്നേ തന്നെ വാർത്തകൾ പുറത്തു വരികയും എല്ലാം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അതിലേക്കല്ല ഞാൻ വരാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ കൃഷ്ണദാസ്, ഇപ്പോൾ മീഡിയ വൺ അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആരോപിക്കാം. എൻ്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ, മോദിയുടെ ആ പ്രസംഗം വസ്തുതാപരമാണ്, വസ്തുനിഷ്ഠമാണ് എന്ന് ഇന്ത്യയിൽ ഏതെങ്കിലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? എൻ്റെ ചോദ്യമാണ്. അല്ല, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അത് അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾ മറ്റൊരു കോണ്ടെക്സ്റ്റിൽ മുൻ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യത്തെ അദ്ദേഹം എടുത്ത് ഇങ്ങനൊരു പ്രോസസ് നടന്നിട്ടുണ്ട്, ഇങ്ങനൊരു പ്രസംഗം നടന്നിട്ടുണ്ട്, ഇങ്ങനൊരു ഒരു പ്രചരണം നടന്നിട്ടുണ്ട് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് ആ പറഞ്ഞയാൾ പറഞ്ഞു എന്നുള്ളതല്ല. അതൊരു തേർഡ് പാർട്ടി സ്റ്റേറ്റ്മെന്റ് ആണ്. ആ തേർഡ് പാർട്ടി സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമാണത്. അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ സൂചിപ്പിച്ചത്. ഇനി അതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, ഏതൊരു വിഷയത്തെ സംബന്ധിച്ചാണെങ്കിലും ഒരു ചോദ്യം ഉണ്ടായാൽ, ഒരു തർക്കമുണ്ടായാൽ, ഇനി അതല്ല ഒരു പരാതി ഉണ്ടായാൽ അതിനെ സംബന്ധിച്ച് ആധികാരികമായ തീരുമാനമെടുത്ത് കമ്മീഷന്റെ കാര്യം വിടൂ. ഇപ്പോൾ കമ്മീഷന്റെ കാര്യത്തിൽ കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത്. അങ്ങ് ആദ്യത്തെ ചോദ്യത്തിലുള്ള മറുപടിയിൽ പറഞ്ഞു. എൻ്റെ ക്വസ്റ്റ്യൻ, മോദി തന്നെ അതിൽ നിന്ന് പിന്മാറുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ ആളുകളെ ഡിവൈഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നത് ശരിയല്ല. അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ? അതിലെന്താ തെറ്റുള്ളത്? അതാ ഞാൻ പറഞ്ഞത്. ഒരു തേർഡ് പാർട്ടി സ്റ്റേറ്റ്മെന്റ് പറയുന്നതിന് അദ്ദേഹം തേർഡ് പാർട്ടി സ്റ്റേറ്റ്മെന്റിനെ ഇതിന് ഉപോത്ബലകമായി ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്ന കാര്യം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഒരു വിഭാഗത്തിന്റെ സമ്പത്ത് എടുത്ത് മറ്റൊരു വിഭാഗത്തിന് കൊടുക്കും, അത് കുറെ കൂടി വർഗീയമായ ടോണിൽ പറയുന്നു. ഞാൻ ഒരു വിഭാഗം എന്നൊക്കെ കുറച്ച് നന്നാക്കി പറഞ്ഞതാണ്. അദ്ദേഹം വർഗീയമായ ഭാഷയിൽ പറഞ്ഞ് ഇവരിൽ നിന്നെടുത്ത് അവർക്ക് കൊടുക്കുമെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്. ഒന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിൽ അതില്ല എന്ന് രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും ഫാക്ട് ചെക്ക് ചെയ്യുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പ്രസംഗം എന്തായിരുന്നു എന്നതിന്റെ കൃത്യം വെർബാറ്റം സഹിതം ഈ പറയുന്ന മാധ്യമങ്ങൾ തന്നെ, മോദിയെ അതർവൈസ് പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ തന്നെ പറയുന്നു ഇതാണ് മൻമോഹൻ സിംഗ് പറഞ്ഞതെന്ന് പറഞ്ഞ് തിരുത്തുന്നു. ഇപ്പോൾ ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നു. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ഞാനതല്ലേ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിനെ ഒരു തേർഡ് പാർട്ടി സ്റ്റേറ്റ്മെന്റ് ആയി പറഞ്ഞ കാര്യങ്ങൾ
എങ്ങനെയാണ് അതിനൊരു ഒരു ഫസ്റ്റ് ഡിഗ്രിയിൽ നമുക്ക് അതിനെ എങ്ങനെ കണക്കാക്കാൻ കഴിയും? അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണല്ലോ. അതിലെന്താ തെറ്റുള്ളത്? അതിൽ തെറ്റൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. അതൊരു മൂന്നാമതൊരാളുടെ രണ്ടാമതൊരാളുടെ സ്റ്റേറ്റ്മെന്റ് എന്ന നിലക്കാണ് അതിനെ പറഞ്ഞിട്ടുള്ളത്. അത് ഒരാൾ പറഞ്ഞതിനെ എടുത്തു പറയുന്ന പ്രോസസ്സാണ്. ആ പ്രോസസ്സിന് എങ്ങനെയാണ് ഒരാളുടെ സ്റ്റേറ്റ്മെന്റായി കണക്കാക്കാൻ കഴിയുക? പിന്നെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പ്രകടന പത്രികയെ വിശദീകരിക്കുന്നതിനോ അവരുടെ പ്രകടന പത്രികയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനും എന്താ തെറ്റുള്ളത്? അതിന് അതിൽ വ്യാഖ്യാനിക്കുന്നതിന് എന്താ തെറ്റുന്നില്ല. തെറ്റുള്ളത്? കൃഷ്ണദാസ്, അങ്ങനെ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയെക്കുറിച്ചും ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞു എന്നതിനെക്കുറിച്ചും മോദി പറഞ്ഞ അതേ ഭാഷയിൽ കൃഷ്ണദാസിന് പച്ച മലയാളത്തിൽ ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ പറയാൻ പറ്റുമോ? കൃഷ്ണദാസിന് തന്നെ തോന്നുന്നില്ല അത് പറയാൻ കൊള്ളാം എന്നുള്ള കാര്യം. ഇല്ല, എന്താ ബുദ്ധിമുട്ട്? കോൺഗ്രസ് പറഞ്ഞിട്ടുള്ള അവരുടെ പ്രകടന പത്രികയിലെ കാര്യങ്ങളല്ലേ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അല്ല, അത് ഞാൻ ചോദിക്കുന്നത് വിശദീകരിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പബ്ലിക് ഫോറത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതേ വാക്കുകൾ ഉപയോഗിച്ച് പറയാൻ കൃഷ്ണദാസിന് കഴിയും? അല്ല, ഞാനതാ തിരിച്ചു ചോദിക്കുന്നത്. അതൊരു പ്രസംഗത്തിന്റെ ശൈലി വരുന്ന സമയത്ത്, അതിന്റെ വിശദീകരണം വരുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് പറയുക. അത് ആരാണെങ്കിലും, ഞാനാണെങ്കിലും അജിംസ് ആണെങ്കിലും ഇവിടെ ഇരിക്കുന്ന മറ്റുള്ള എനിക്ക് ഉറപ്പാണ് കൃഷ്ണദാസിന് അത് പറയാൻ കഴിയില്ല എന്ന്. എനിക്ക് ഉറപ്പാണ്. അങ്ങയുമായുള്ള പരിചയം വെച്ചിട്ട് ഞാൻ പറയണം, കൃഷ്ണദാസിന് അത് പറയാൻ കഴിയില്ല. അല്ല, അത് അങ്ങനെയല്ലല്ലോ അതിനെ കാണേണ്ടത്. അതിനെ കാണേണ്ടത് ഓരോരുത്തരുടെ രീതിക്കനുസരിച്ച്, ശൈലിക്കനുസരിച്ച് പറയുമ്പോൾ എടുക്കുന്ന വാചകവും അതിന്റെ ടോണും അതിന്റെ That's cool. അത് നല്ല മറുപടിയാണ്. അദ്ദേഹത്തിന്റെ ശൈലിയാണ്. അത് അങ്ങ് സമ്മതിച്ചു. അങ്ങനെ തന്നെയാണ് ഓരോ ടോണിന്. ഇപ്പൊ അങ്ങ് തന്നെ നേരത്തെ അടൽ ബിഹാരി വാജ്പേയിയെ കുറിച്ച് പറയുമ്പോൾ അടൽജി അദ്ദേഹത്തിന്റെ ടോൺ നമ്മൾ ഓരോ പ്രസംഗവും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. അദ്ദേഹം ഓരോ കുത്തും കോമയും ഓരോ സ്ലാങ്ങും വരെ അദ്ദേഹം ഉപയോഗിക്കുന്നത് അതിന്റെ അർത്ഥം മാറുന്നതിനനുസരിച്ചിട്ടാണ്. അതൊരു ശൈലിയാണ്, പ്രസംഗത്തിന്റെ ശൈലിയാണ്. ആ ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിൽ തന്നെ പല പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ അവർ പ്രസംഗിക്കുമ്പോൾ അവരുടെ ശൈലി കണ്ടാൽ നമുക്ക് മനസ്സിലാകുമല്ലോ. പല ആളുകളും ആ രീതിക്ക് അനുസരിച്ചല്ലേ പറയുന്നത്. പത്രസമ്മേളനങ്ങൾ ഉത്തരം പറയുന്നത് പോലും ഒരു ശൈലിക്ക് അനുസരിച്ചിട്ടില്ലേ. അതിട്ട് ഓരോരുത്തരുടെ രീതിക്ക് അനുസരിച്ചാണ്, ശൈലിക്ക് അനുസരിച്ചാണ്. അതിനൊന്നും തെറ്റ് കാണേണ്ടതില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഒരിക്കലും നമ്മുടെ ജനാധിപത്യപരമായിട്ടുള്ള സംവിധാനത്തിൽ, ഉദാഹരണത്തിന് നേരത്തെ ഡോക്ടർ സമ്പത്ത് സൂചിപ്പിച്ച സമയത്ത് ബഹുമാനായിട്ടുള്ള സമ്പത്തിനെ അറിയാത്ത കാര്യങ്ങളല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അതിനനുസരിച്ച് അദ്ദേഹത്തിന് പറയാൻ വേണ്ടി കഴിയും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു ജഡ്ജി അതിലുണ്ടാകണം, അല്ലെങ്കിൽ അത് സുപ്രീം കോടതിയുടെ നേതൃത്വത്തിലുള്ള സമിതി അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞു. ദാറ്റ് വാസ് ആൻ ഇന്ററിം അറേഞ്ച്മെന്റ്. ഒരു തൽക്കാലത്തേക്ക് പാർലമെന്റ് നിയമം പാസ്സാക്കുന്നത് വരെ, അതിന്റെ നടപടിക്രമം കൊണ്ടുവരുന്നത് വരെയുള്ള നടപടിക്രമം മാത്രമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു. അതിനെ നമ്മളൊരു തെറ്റിദ്ധാരണാജനകമായി പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പൊ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണല്ലോ. LDFന്റെ മിനിസ്ട്രിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതിനർത്ഥം LDFന്റെ മന്ത്രിസഭ ഇവിടെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ എല്ലാം അട്ടിമറി നടക്കും വിശ്വസിക്കാൻ കഴിയുമോ? ഇനി അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷം നമ്മുടെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു. ഇവിടെ LDFന്റെ മന്ത്രിസഭയാണുള്ളത്. അതിനർത്ഥം ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ മുഴുവൻ അട്ടിമറിക്കും. ഇവിടുത്തെ എല്ലാ സിസ്റ്റവും അട്ടിമറിക്കും. ഇവിടുത്തെ വോട്ടെടുപ്പ് എല്ലാം അട്ടിമറിക്കും. ഇവിടുത്തെ വോട്ടർ പട്ടിക അട്ടിമറിക്കും. ഏതെങ്കിലും തരത്തിലുള്ള മാനേജ്മെന്റുകൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പരിധി തീരുമാനിക്കുന്ന കാര്യത്തിൽ, അതല്ലെങ്കിൽ അതിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി തീരുമാനിക്കുന്ന കാര്യത്തിലൊക്കെ ആളുകളുമായി ചർച്ച നടത്തുമ്പോൾ അത് സർക്കാരുകൾ അതിൽ ഇടപെടാറുണ്ടോ എന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ ഇടപെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ മാനേജ്മെന്റുകൾ ചിലപ്പോൾ നടക്കുന്നുണ്ടാവും. പക്ഷേ വോട്ടിംഗ് പ്രക്രിയയിലും വോട്ടെടുപ്പ് പ്രക്രിയയിലും അതിന്റെ പോളിംഗ് പ്രക്രിയയിലും ഒക്കെ ഒരു സർക്കാർ ഇടപെടും എന്ന് പറഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാൻ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ തയ്യാറാവില്ല, ജനങ്ങൾ തയ്യാറാവില്ല, വോട്ടർമാർ തയ്യാറാവില്ല. എന്റെ വ്യക്തിപരമായ അഭിപ്രായം, അങ്ങനെ ഒരു നടപടിയും ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യാൻ വേണ്ടി കഴിയില്ല നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ. അതെല്ലാം സ്ക്രൂട്ടിനിക്ക് വിധേയമാണ്. ചെറുപ്പത്തിൽ കണ്ടത്തിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അമ്പയർ ആക്കുക നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ ആയിരിക്കും. അതിനർത്ഥം നമ്മൾ പോയി അമ്പയർ ചെയ്യുക എന്നുള്ളതല്ലോ. അല്ലല്ല, അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളെ അമ്പയർ ആക്കിയാലും അങ്ങനെ സ്ഥിരമായി അമ്പയർക്ക് നിങ്ങൾക്ക് വിക്കറ്റ് കിട്ടി, നിങ്ങൾക്ക് റൺസ് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയുമോ? അങ്ങനെ കഴിയില്ലല്ലോ. അതൊന്നും നടക്കുന്ന കാര്യമല്ല. നമ്മളൊരു അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാൻ തിരിച്ചു പറയാം, അതൊക്കെ നമുക്ക് വെറുതെ കുട്ടികളോട് പറയാമെന്നുള്ളതല്ലാതെ അതൊക്കെ ഈ ജനാധിപത്യ പ്രക്രിയയിൽ നടക്കുന്ന ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, വാർഡ് തെരഞ്ഞെടുപ്പ് മുതൽ ഒരു വോട്ടറുടെ ID-യുമായി ബന്ധപ്പെട്ടുള്ള കാര്യം വരെ നമ്മുടെ ജനാധിപത്യത്തിൽ ചോദ്യം ചെയ്യാനും കേസ് കൊടുക്കാനുള്ള അവകാശവും അധികാരമുള്ള രാജ്യമാണിത്. അങ്ങനെ ഇല്ലാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കോൺഗ്രസ്സുകാരുടെ പല കാലഘട്ടങ്ങളിൽ അങ്ങനെ പലപ്പോഴും ആരാണിത് നിയമിക്കുക എന്ന് പോലും അറിയാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ നിയമിക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അവർ ആ സ്ഥാനത്ത് ഇരിക്കുന്നുണ്ടോ എന്ന് പോലും അറിയാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നാൽ തന്നെ തങ്ങൾ ചെയ്യുന്നത് എന്താണ് എന്ന് അറിയാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. അതെല്ലാം കോൺഗ്രസ്സുകാരുടെ ഭരണ കാലഘട്ടങ്ങളിൽ പലപ്പോഴും നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ളതാണ്. അത് ഡോക്ടർ സമ്പത്ത് അടക്കമുള്ള ആളുകൾ അത് സമ്മതിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള കാലഘട്ടങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഇന്ദിരാഗാന്ധിയെ ഇന്ത്യയിലെ ജനങ്ങൾ മൂലക്കിരുത്തിയത്. അല്ല, അങ്ങനെയുള്ള കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള കാലഘട്ടങ്ങൾ ഇപ്പോഴില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ജനാധിപത്യ സംവിധാനമോ ഒരു സംസ്കാരമോ രീതിയോ അതിനുശേഷം
19 മാസക്കാലത്തെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നമ്മുടെ രാജ്യത്ത് അതിനു മുൻപോ അതിനു ശേഷമോ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിനു മുൻപുള്ള കാലഘട്ടങ്ങളിൽ ഇപ്പൊ നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്ന ഒരു ചട്ടക്കൂടുകളെ കുറിച്ചെല്ലാം പറഞ്ഞല്ലോ. ഇത് ഇന്നും ഇന്നലെ ഉള്ളതല്ലോ. ഈ രാജ്യത്തിന്റെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ശരി. നിരന്തരമായ പ്രക്രിയയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, കോൺഗ്രസ്സുകാരുടെ ഭരണകാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഒരാളെ നിയമിക്കുന്നതിനെ കുറിച്ച് പോലും ഈ ശേഷൻ വന്നതിന് ശേഷമല്ലാതെ അതിനു മുൻപുള്ള കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഒരു പോസ്റ്റിൽ ആളുണ്ടോ എന്ന് പോലും അറിയാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ നടന്നിരുന്നതെല്ലാം കൃത്രിമമാണെന്നാണോ നാം വിശ്വസിക്കേണ്ടത്? അന്ന് നടന്നിരുന്നതെല്ലാം തട്ടിപ്പും വെട്ടിപ്പുമാണ് നടന്നിരുന്നതാണോ നാം വിശ്വസിക്കേണ്ടത്? അങ്ങനെ ഇന്നും ആളുകൾ വിശ്വസിക്കുന്നില്ല, വോട്ടർമാർ വിശ്വസിക്കുന്നില്ല, അന്നും ആളുകൾ വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ കൃത്രിമങ്ങൾ നടന്നാൽ അത് ചോദ്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇപ്പൊ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യപ്പെട്ടില്ലേ? ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിന് ശേഷം അവരെ അയോഗ്യയാക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ? എത്രയോ ആളുകൾ നമ്മുടെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അങ്ങനെ തെരഞ്ഞെടുപ്പിന് ശേഷം അവരുടെ വോട്ട് എല്ലാം റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. അത് ഏതെങ്കിലും തരത്തിലുള്ള സ്പർദ്ധ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മതഭയം വളർത്താൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ പേരിൽ, നോട്ടീസുകൾ വിതരണം ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ, കള്ളവോട്ട് ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ, വോട്ടെടുപ്പ് സമയത്ത് കള്ളത്തട്ടിപ്പ് കാണിച്ചു എന്നുള്ളതിന്റെ പേരിൽ എത്രയോ തവണ എത്രയോ ആളുകൾ എത്രയോ ഘട്ടങ്ങളിൽ അത് പാർലമെന്റിലും നിയമസഭയിലും ത്രിതല പഞ്ചായത്തുകളിലെല്ലാം അവരെല്ലാം അയോഗ്യരാക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്യുക, തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ചോദ്യം ചെയ്യുക എന്നൊക്കെ പറയുന്നത് അതിന്റെ പ്രക്രിയ കഴിഞ്ഞാൽ ദ ഡേ ആ റിസൾട്ട് പ്രഖ്യാപിച്ചാൽ വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ ഏതൊരാൾക്കും അത് ചലഞ്ച് ചെയ്യാനായിട്ടുള്ള സംവിധാനമുണ്ട്. അതിന്റെ ക്രമത്തിനുള്ളിൽ അത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അതെല്ലാം കൃത്യമായി ജുഡീഷ്യൽ എല്ലാം സ്ക്രൂട്ടിനിക്ക് ശുഭമാണ് വിധേയവുമാണ്. എന്ന അങ്ങയുടെ വാദം. ഓക്കെ, ശ്രീ വി ആർ അനൂപ്, ഒരു തർക്കവും ആ കാര്യത്തിൽ ശ്രീ വി ആർ അനൂപ്, ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്ന ഘട്ടങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 4ാം ഘട്ടം വോട്ടിങ്ങിന് മുമ്പ് തന്നെ കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്ക് അമിത ആത്മവിശ്വാസമാണ്. യു പിയിൽ 50 സീറ്റിൽ കുറയാതെ ഞങ്ങൾ നേടുമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പറയുന്നു. യു പിയിൽ എന്തോ അട്ടിമറിച്ച് മൊത്തം ഇന്ത്യ മുന്നണി പിടിക്കാൻ പോവുകയാണ്, അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോവുകയാണെന്നൊരു തോന്നലൊക്കെ ഉണ്ട്. ഈ ഇത്രയും ആത്മവിശ്വാസം നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാവുന്ന എവിടെ നിന്നാണ്? അതിനു മുൻപ് അജിംസെ അങ്ങ് തന്നെ BJPയുടെ പ്രതിനിധിയോട് അദ്ദേഹത്തോട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, ഇത്തരമൊരു ഭാഷയിൽ അങ്ങേക്ക് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പോലും അത് അദ്ദേഹത്തിൻ്റെ നിസ്സഹായതയാണ്. അദ്ദേഹം പറയുന്നത് അത് എൻ്റെ ശൈലിയല്ല, പ്രധാനമന്ത്രി വേറെ ശൈലിയിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളും പറയുന്നതാണ്, ഒരു പ്രധാനമന്ത്രി, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സംസാരിക്കേണ്ട ശൈലിയിലല്ല നരേന്ദ്രമോദി സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇതിനു മുമ്പുണ്ടായിരുന്ന പ്രധാനമന്ത്രിമാർ, അദ്ദേഹം തന്നെ അടൽ ബിഹാരി വാജ്പേയിയെ കുറിച്ച് പറഞ്ഞു, ഈ രാജ്യത്തെ ഇതുവരെ ഒരു പ്രധാനമന്ത്രിയും സംസാരിക്കാത്ത രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ മാർച്ച് 15 ഇസ്ലാമോഫോബിയ ദിവസമായിട്ട് ആചരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ഒരു ഇസ്ലാമോഫോബാണ്, മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരം വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന ആളാണെന്ന് പറയുന്നത് ഇന്ത്യക്ക് എത്രമേൽ അപമാനകരമാണ്. അത്രയേ ഉള്ളൂ കാര്യം. പിന്നെ താങ്കൾ പറഞ്ഞത് ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്ത് രാമക്ഷേത്ര നിർമ്മാണവുമായൊക്കെ ബന്ധപ്പെട്ട് ഈ രാജ്യത്തെ മാധ്യമങ്ങളടക്കം നിർമ്മിച്ച ഒരു പ്രതീതിയുണ്ട്. അത് ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ സംബന്ധിച്ച്, സംഘപരിവാരത്തെ സംബന്ധിച്ച് ഒരു ഈസി വാക്ക് ഓവറാണ്. കോൺഗ്രസ് ഇലക്ഷനിൽ നിന്നിട്ട് പോലും ഒരു കാര്യമില്ല. നമ്മൾ പറയില്ലേ, ഇലക്ഷന് മുമ്പേ, നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പേ തോറ്റുപോകും എന്ന് പറയുന്ന പ്രതീതിയിൽ നിന്നാണ് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് വരുന്നതെന്നാണ്. താങ്കൾ പോലും അമിത ആത്മവിശ്വാസമാണ് അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളിടത്താണ്. ഇന്ത്യയിലെ തന്നെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് അങ്ങ് പറഞ്ഞു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഈ പറയുന്ന ഉത്തരേന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾ തന്നെയാണ് കോൺഗ്രസിനെ തോൽപ്പിച്ചത്. അപ്പോൾ ഇവരുടെ അമിത ആത്മവിശ്വാസത്തിന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ പ്രഹരം ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പം ഇന്ത്യയിൽ അത്തരത്തിലൊരു തരംഗം, മോദി അനുകൂലിക്കുന്ന, രാമക്ഷേത്രത്തിന് അനുകൂലമായി ഒരു തരംഗം ദൃശ്യമല്ല എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? ഇത് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു, ആ അറസ്റ്റിൽ നിന്ന് അദ്ദേഹത്തിന് ജാമ്യാപേക്ഷയിൽ അനുകൂലമായി വിധി ഉണ്ടാകുന്നു, അദ്ദേഹം പുറത്തേക്ക് വരുന്നു, ഒരു കോൺഗ്രസിൻ്റെ ഒരു സഖ്യം അത് പ്രവർത്തിച്ചു തുടങ്ങുന്നു. അത് രാജ്യത്തെ ജനങ്ങൾ, സംഘപരിവാരം പുറത്തു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് മുൻപിൽ വലിയൊരു പ്രത്യാശ നൽകുന്ന തരത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം വന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. അതിനകത്ത് ഈ അമിത ആത്മവിശ്വാസത്തിൻ്റെയോ ആത്മവിശ്വാസത്തിൻ്റെ അളവുകോലുകൾക്ക് അപ്പുറത്ത്, ഏത് സ്കെയിലിന് അപ്പുറത്ത് അത്തരമൊരു പുതിയ പ്രതീക്ഷ ഉണ്ടായി വരും എന്നത് മാത്രമല്ല, ആ പ്രതീക്ഷ ഓരോ നിമിഷവും വർദ്ധിച്ചു വരുന്നു എന്നുള്ളതല്ല യാഥാർത്ഥ്യം. നമ്മൾ
മോഡിക്ക് തന്നെ പറയേണ്ടി വന്നില്ല, അദാനിയും അംബാനിയും ആർക്കാണ് കോൺഗ്രസ്സിന് പൈസ കൊടുക്കേണ്ടി വരുന്നു എന്ന് മോദി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ പോലെ വിശ്വാസമില്ലാതിരിക്കുന്നു. അദ്ദേഹം പോലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ, കോർപ്പറേറ്റുകൾ പോലും കോൺഗ്രസ് ചേരിയിലേക്ക് മാറുന്നോ എന്നുള്ള ആശങ്ക മോദിക്ക് വരെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഷെയർ മാർക്കറ്റിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ കോൺഗ്രസ് സൃഷ്ടിക്കുന്ന ഒരു പ്രതീതിയല്ലല്ലോ, ഇവരാരും കോൺഗ്രസിനെ സഹായിക്കാൻ നിൽക്കുന്ന ആളുകളല്ലല്ലോ, ഇന്നലെ വരെ കോൺഗ്രസിനെ സഹായിച്ചിരുന്ന മാധ്യമങ്ങളല്ലല്ലോ ഇവിടെയുള്ളത്. പക്ഷേ ഈ പറയുന്ന പൾസ്, ഈ പറയുന്ന ട്രെൻഡ് അതൊരു യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അതിതാണ് കാരണം ഈ പറയുന്ന എല്ലാ കാലത്തും ഇന്ത്യയിലെ ജനസാമാന്യം, നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, കേരളത്തിലെ ജനങ്ങളാണ് പ്രബുദ്ധർ എന്നൊക്കെ പറയുകയും ഉത്തരേന്ത്യയിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഘടകങ്ങളൊക്കെ ഉള്ളപ്പോഴും ചില സന്ദർഭങ്ങളിൽ അതിനെയൊക്കെ അതിലംഘിച്ചുകൊണ്ടുള്ള ചില രാഷ്ട്രീയ തീരുമാനങ്ങളിലേക്ക് ഉത്തരേന്ത്യയിലടക്കം മുൻകാലങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവർത്തനമായിരിക്കും. നമ്മുടെ തന്നെ മുന്നിലുള്ള ഉദാഹരണമുണ്ട്. ഇന്ത്യ ഷൈൻസ് എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ PR വർക്കുകൾ നടന്നത് നമ്മൾ കണ്ടു. AB വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ഒരു പിന്തുടർച്ച ഉണ്ടാകും, അതിനെതിരെ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ, അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയില്ല എന്ന് എല്ലാവരും പറഞ്ഞ സന്ദർഭത്തിലാണ് ഒന്നാം UPA ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. ഒന്നാം UPA ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് അതിന് ഇടതുപക്ഷം പിന്തുണ പിൻവലിക്കുന്ന സാഹചര്യത്തിൽ രണ്ടാം UPA ഗവൺമെൻറ് ഒറ്റയ്ക്ക് അധികാരത്തിൽ വരികയാണ്. ഇതൊക്കെ ഇന്ത്യയിലുണ്ടായ നിശബ്ദമായ തരംഗമാണ്. കോൺഗ്രസിന് അനുകൂലമായ, ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ, അതേസമയം സംഘപരിവാറിന് എതിരായ വ്യക്തമായൊരു തരംഗം അത് ഈ രാജ്യത്ത് നിലവിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഈ പറയുന്ന വരുന്ന മാസം 4-ാം തീയതി ഇന്ത്യയിലെ ജനത വളരെ കൃത്യമായി അത് രേഖപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതൊരു സാധാരണക്കാരൻ്റെ കോമൺ സെൻസിനെ മാത്രം ആശ്രയിക്കാവുന്ന ഒരു കാര്യമാണ്. മുൻ അനുഭവങ്ങളിൽ നിന്ന് അത്തരം ഉയർന്ന തരത്തിലുള്ള രാഷ്ട്രീയ ബോധം ഇന്ത്യയിലെ ശരാശരി വോട്ടർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ശരി, ശ്രീ സമ്പത്ത്, നമുക്ക് കുറഞ്ഞ സമയമുള്ള ഒരു ക്വസ്റ്റ്യൻ. ഈ UP യിൽ എന്തോ സംഭവിക്കുന്നതെന്ന് തോന്നലുണ്ടാക്കുന്നതാണ് ഈ രാഹുലിൻ്റെ പരാമർശവും അരവിന്ദ് കെജ്രിവാളിൻ്റെ പരാമർശവും. കെജ്രിവാൾ പറയുന്നത് ഈ യോഗി ആദിത്യനാഥ് അസംതൃപ്തനാണ് എന്ന തരത്തിലാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2019 വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്രധാനമന്ത്രി തന്നെ ഇത്തരത്തിലുള്ള കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കുന്ന വർത്തമാനം പറയുന്നുണ്ടെങ്കിലും അതുവരെ അത് ചെയ്തുകൊണ്ടിരുന്ന കുറേയധികം ആളുകളുണ്ട്. അവർ ഇപ്പോൾ സൈലൻ്റ് ആണ്. പ്രത്യേകിച്ച് UP യിൽ നിന്നും ഉത്തരാഖണ്ഡിൽ നിന്നുള്ള ആളുകൾ, അവർ മിണ്ടുന്നില്ല. യോഗി ആദിത്യനാഥ് കുറെ കൂടി മൗനിയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെന്ന് തോന്നുന്നുണ്ടോ? അജിംസെ, ഞാൻ കൂടി അംഗമായിരുന്ന, ലോക്സഭയിൽ അംഗമായിരുന്ന ശ്രീ യോഗി ആദിത്യനാഥും അതുപോലെ തന്നെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായിട്ടുള്ള BP മൗര്യയും, ഞാൻ എന്തെങ്കിലും വ്യക്തിപരമായ ഒരു പരാമർശത്തിലേക്ക് കിടക്കുന്നില്ല. അതൊക്കെ ഇപ്പോൾ അഡ്വക്കേറ്റ് കൃഷ്ണദാസിൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആഭ്യന്തര കാര്യങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളതിൽ ഒരു മിനിറ്റ് കൊണ്ട് പറയാം. നമ്മൾ പറയുമല്ലോ, ഈ വണ്ടി സ്റ്റാൻഡ് മാറ്റിപ്പിടിക്കുക എന്ന് പറയുന്നത് പോലെ, ഗോൾ പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോലെ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും അങ്ങനെ BJP, അതിൽ പ്രത്യേകിച്ചും തന്നെ ശ്രീ മോദി, അത് കൃത്യമായി അമിത്ഷായുടെയും ഒക്കെ വാചകങ്ങൾ അവർ രണ്ടുപേരും പറയുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഈ ആദ്യം പറഞ്ഞത് വികസിത ഭാരത സങ്കല്പവുമായി ബന്ധപ്പെട്ട് അതിൻ്റേതായിരുന്നു പ്രചണ്ഡമായ പ്രചരണം നമ്മുടെ മാധ്യമങ്ങളിൽ കൂടിയെല്ലാം നടത്തിയതും, എല്ലാ ദിവസവും പത്രങ്ങളിലെ പരസ്യങ്ങളും ശ്രവ്യ മാധ്യമങ്ങളിൽ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും എന്തെങ്കിലും എടുത്താൽ അതിനിടയിൽ പരസ്യങ്ങളായി കടന്നു വരവും എല്ലാം വന്നത്. അവിടെ നിന്ന് തൊട്ടടുത്തേക്ക് മാറുന്നത് എന്താണ്? ഈ വികസിത ഭാരതവും അതുമായി ബന്ധപ്പെട്ട് തങ്ങൾ ചെയ്തു എന്നുള്ള അവകാശവാദങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവിടെ നിന്ന് നേരെ എത്തുന്നത് ഈ ഒരു മുസ്ലിം വിരുദ്ധ വികാരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനാണ്. രാജസ്ഥാനിലെ പ്രസംഗവും ഉത്തർപ്രദേശിലെ പ്രസംഗവും നിങ്ങൾ നോക്കുക. ഇവിടെ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ ഇപ്പോൾ ശരിയാണ്, പണ്ട് കാലത്ത് ഇവരെല്ലാവരും RSSകാരായിരുന്നു, അല്ലെങ്കിൽ BJPയുടെ പ്രവർത്തകരായിരുന്നു. നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് വള്ളി നിക്കറിട്ടുകൊണ്ട് സ്കൂളിൽ പോയിരുന്നവരാണ്. അതുകൊണ്ട് വള്ളി നിക്കറിട്ടിരുന്ന ആ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന നിലയിലേക്ക് ഈ ടെലിവിഷൻ ചർച്ചയിൽ വന്നിരുന്ന ഈ പ്രായത്തിൽ അജിംസ് മുതൽ സമ്പത്ത് വരെയുള്ളവർക്ക്, ശ്രീ കൃഷ്ണദാസിനായാലും, അതല്ല ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇതിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ, പിന്നെ അഡ്വക്കേറ്റ് അനൂപിനായിരുന്നാലും, അങ്ങനെ ഇതിൽ പങ്കെടുക്കാൻ കഴിയുമോ? ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയും എല്ലാം ഏത് സ്ഥാനത്താണ് അവർ ചുമതല വഹിക്കുന്നത്, അലങ്കരിക്കുക എന്നല്ല, ആ ചുമതല ഏത് പാർട്ടിയായിരുന്നാലും അത് കൃത്യമായ ബോധ്യമുണ്ടാകണം.
ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ BJP നേതാക്കൾ അല്ലെങ്കിൽ RSSന്റെ നേതാക്കൾ, അവരുടെ സഖ്യകക്ഷി നേതാക്കൾ പറയുന്നത് പോലുള്ള വാക്കുകളല്ല അവരുടെ വായിൽ നിന്ന് വരേണ്ടത്. കാരണം അതെല്ലാം തന്നെ ഈ രാജ്യത്തുണ്ടാക്കുന്ന മുറിവുകൾ എന്നുള്ളത് വല്ലാത്ത ഭീകരമായിരിക്കും. ഇവിടെ അത് കഴിഞ്ഞ് അവരെവിടേക്കാണ് കൊണ്ടുവരുന്നത്? അത് ഈ പണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ, പണ്ട് ഇങ്ങനെ പറഞ്ഞില്ലേ എന്നുള്ള നിലയിലേക്കും മറ്റു പല കാര്യങ്ങളിലേക്കും. ഇവിടെ കോൺഗ്രസിനോട് ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രകടന പത്രികയിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങളാണല്ലോ എന്നുള്ള നിലയിലേക്ക് എന്താ കമ്മ്യൂണിസം വലിയ എന്തോ ഭീതിജനകമായ കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നത് എന്നുള്ളൊരു നിലയിലേക്ക് അതിനെ കൊണ്ടുവരേണ്ടതായ കാര്യമില്ല. ഇവിടെ വേറെ ഞാൻ പറഞ്ഞു നിർത്തുന്നതിന് മുമ്പ് ഇവിടെ പ്രാണപ്രതിഷ്ഠ നടത്തിയ അതിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളെല്ലാം ക്ഷണിച്ചതാണ്, വന്നില്ല, ശപിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം ശപിക്കുകയാണ്. ഇത് ഈ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന് പറയുന്നത് പോലെ വിശ്വാസവും അത്തരം കാര്യങ്ങളെല്ലാം ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളും അവരുടെ സ്വകാര്യതകളുമാണ്. ഒരു വീട്ടിൽ പോലും അത്തരത്തിൽ ഒരു കിടപ്പുമുറിയിൽ കഴിയുന്നവരുടെ തന്നെ വിശ്വാസം അത്തരം കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം. അതുകൊണ്ട് അവരുടെ ജീവിതത്തിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല, അവരുടെ സന്താനവല്ലരികൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഇവിടെ വിഷയം എന്നുള്ളത് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളെ അത് ജനങ്ങൾക്കിടയിലേക്ക് ഇത് വല്ലാതെ ആളിപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി പഴയ കാലത്ത് ഹിന്ദു പാനിയും മുസ്ലിം പാനിയുമായി പ്രഖ്യാപിച്ചിട്ട് തോക്കേന്ത്യ പട്ടാളക്കാർ ഇടയിൽ കാവൽ നിന്നതുപോലെ ഇവിടെ ഇത്തരത്തിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കുകയാണ്. മനുഷ്യന്റെ മനസ്സുകളെ ഭിന്നിപ്പിച്ചാൽ ആരാണ് ഭരണഘടനാപരമായ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്നുള്ളതായിരുന്നു നമ്മുടെ ചർച്ചയുടെ ഉന്നം. അത് ഡെസ്പറേഷൻ കൊണ്ടാണോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ എന്നുള്ളതായിരുന്നു ഉന്നം. അതിനുള്ള മറുപടി നമുക്ക് ജൂൺ 4 ലഭ്യമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ നന്ദി ശ്രീ സമ്പത്ത്, ശ്രീ കൃഷ്ണദാസ്, ശ്രീ VR അനൂപ് ഇത്രയും സംസാരിച്ചു.